ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പം എല്ലാവരും ഇന്നത്തെ സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഡേ 8 ആണ് അല്ലേ? ഇപ്പം എല്ലാവരും എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? നൈറ്റൊക്കെ രാവിലെ നമ്മളിവിടെ ചെയ്യാറുണ്ട്. നൈറ്റൊക്കെ എല്ലാവരും ചെയ്യാറുണ്ടോ? യെസ്. മാജിക് സ്റ്റോണോ? ഉണ്ട് ഉണ്ട്. ഉണ്ട് അല്ലേ? ഓക്കെ, ഇപ്പൊ നമുക്ക് പതിവ് പോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം അല്ലേ? ഇപ്പം എല്ലാവരും നോട്ട് പാഡും പേന എടുക്കുക. റെഡി അല്ലേ? ഇനി എല്ലാവരും കണ്ണടച്ചിരിക്കുക. എല്ലാവരും വീഡിയോയിൽ വരിക കേട്ടോ. വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരിക. നീ കണ്ണടച്ചിരിക്കുക. നിങ്ങളുടെ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബ്രീത്ത്, നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ശ്രദ്ധിച്ച് അങ്ങനെ ഇരിക്കാം. ഇത് 2-3 പ്രാവശ്യം ചെയ്യാം. അതിന് ശേഷം നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് അത് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണുള്ളത്? ഇന്ന് രാവിലെ എണീക്കാൻ പറ്റി, അതുപോലെ നല്ല സെൽഫ് ലവ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റി, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലുണ്ട് അല്ലേ? നല്ല ഫാമിലി, വീട്, കഴിക്കാൻ ഭക്ഷണം, യാത്ര ചെയ്യാൻ വാഹനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അതൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യാം. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളത് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. കുറഞ്ഞത് ഒരു 5 എണ്ണമെങ്കിലും നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കിൽ എഴുതുക. എല്ലാവരും ചെയ്യാട്ടോ, ചെയ്യാതിരിക്കരുത്. നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ഒരു പ്രാക്ടീസാണ് ചെയ്യുന്നത്. ചുമ്മാ ഒരു ക്ലാസ് കേട്ട് നിങ്ങൾക്ക് ഒരുപാട് അറിവ് ഇവിടെ നിന്ന് നേടി പോവാന്നുള്ളതല്ല. നമ്മുടെ ലൈഫിൽ ഇതൊക്കെ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് വേണം. നമുക്ക് അതിനൊരു ഉപകാരം വേണ്ടേ? എല്ലാവരും ചെയ്യാട്ടോ. എഴുതി കഴിഞ്ഞിട്ട് 2 എണ്ണം കമന്റ് ചെയ്യാം.
എല്ലാവരും കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞവരൊക്കെ ഇടന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം എല്ലാവരും കഴിഞ്ഞു അല്ലേ? അപ്പൊ കൂടുതൽ ഒരുപാട് ആലോചിച്ച് എഴുതണ്ട. നിങ്ങൾക്ക് മൈൻഡിലേക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചാൽ മതി. കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാട്ടോ. അപ്പൊ നമുക്കിന്ന് ഇന്നത്തെ സെഷനിലേക്ക് കടന്നാലോ? ഇന്ന് ചെറിയൊരു സെഷനാണ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പഠിച്ചു. അതേപോലെ മാജിക് സ്റ്റോണ്, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരുപാട് പ്രാക്ടീസുകൾ നമ്മൾ ചെയ്തു. ഇന്നിപ്പോ 8ാമത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഫുഡാണ്. നമ്മൾ ഭക്ഷണത്തിന്, കഴിക്കുന്ന ഭക്ഷണത്തിന് നിങ്ങൾ എത്ര പേര് നന്ദി പറയാറുണ്ട് കഴിക്കുന്ന സമയത്ത്? ഇങ്ങനെ അറിയോ? ചെയ്യാറുണ്ടോ? കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരിക കേട്ടോ. നിങ്ങളുടെ മുന്നിലേക്ക് ഫുഡ് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് എത്ര പേര് ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്? ചെയ്യാറുണ്ട്. സമീന മാം ചെയ്യാറുണ്ട്. കുറെ പേര് ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ അധിക പേരും എന്താ ചെയ്യാറുള്ളത്? നമ്മള് ഈ അന്ന് ഭക്ഷണം നമ്മുടെ കിട്ടുന്ന ഭക്ഷണത്തിന് നന്ദി പറയുക. ഓക്കെ, അന്ന് അധിക കിട്ടുന്ന പേരും ഭക്ഷണത്തിന് നന്ദി പറയുക. അത് ഉണ്ടാക്കിയ വ്യക്തികൾക്ക്, അത് കൾട്ടിവേഷൻ ചെയ്തത്, അത് നമ്മുടെ കയ്യിൽ എത്തിച്ച വ്യക്തികൾക്ക്, അതിൽ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. ആ ഓരോ വ്യക്തികൾക്കും നന്ദി പറയും. അതെ അതെ. അപ്പൊ അനിത പറഞ്ഞ പോലെ അതിന്റെ പിന്നിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും നമ്മൾ നന്ദി പറയണം. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മുന്നിലെത്തുമ്പോൾ ആ ഫുഡിനോടെങ്കിലും നമ്മൾ നന്ദി പറയാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എത്തുന്നുണ്ടല്ലേ? ഒരു ദിവസം നമ്മൾ കുറഞ്ഞത് 3 നേരമെങ്കിലും ഫുഡ് കഴിക്കുന്നുണ്ട്. അതിൽ കൂടുതലും കഴിക്കാറുണ്ട് അല്ലേ? നമ്മള് ചായ കഴിക്കാറുണ്ട്, സ്നാക്സ് കഴിക്കാറുണ്ട്, പല സമയത്തും പല കാര്യങ്ങളും നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അധികം ആളുകളും ഈ കഴിക്കുന്ന സമയത്ത് എന്താണ്, ഇത് എവിടെ നിന്നാണ് വന്നത്? ഈ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതില്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മുടെ ബോഡി എങ്ങനെയായിരിക്കും, നമ്മുടെ മൈൻഡ് എങ്ങനെയായിരിക്കും, അതൊന്നും നമുക്കറിയില്ല അല്ലെ? നമ്മള് എന്താ ചെയ്യാറുള്ളത്? ഭക്ഷണം കഴിക്കുന്ന ഒരു റൊട്ടീൻ ആയിട്ടാണ് കാണുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, അങ്ങനെ രാത്രി വരെ ഓരോ കാര്യങ്ങളും. ചില ആളുകൾക്ക് 4 മണി ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5 മണിക്കുള്ളിൽ ചായ നിർബന്ധമാണ് അല്ലേ? അങ്ങനെ ഒരു റൊട്ടീനായിട്ടാണ് നമ്മൾ അധികം ഭക്ഷണം കഴിക്കാറുള്ളത്. പക്ഷെ ഇതിലെന്താണ് വലിയൊരു സത്യം എന്താണ്? നമുക്ക് ഈ ഫുഡ് എന്ന് പറയുന്നത് ഒരു ഫുഡ് മാത്രമല്ല, ഇതാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന എനർജിയാണ് അല്ലെ? നമുക്കെല്ലാം പഠിച്ചിട്ടുണ്ട്, എനർജിയാണ് എല്ലാം. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും എനർജിയാണ്. അപ്പൊ നമുക്ക് എനർജി, നമുക്ക് ജീവൻ നിലനിർത്തുന്ന കാര്യമാണ് ഫുഡ്. അപ്പോ നമ്മുടെ യൂണിവേഴ്സ് നമ്മളെ ജീവിപ്പിക്കാൻ, ഒരു ദിവസം ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എനർജി നമ്മളിലേക്ക് അയക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എനർജി നമുക്ക് ഫുഡിലൂടെയാണ് മെയിനായിട്ട് വരുന്നത് അല്ലെ? ബാക്കിയെല്ലാം നമ്മൾ ചിന്തയിലൂടെ പല കാര്യങ്ങളിലൂടെയും വരുന്നുണ്ട്. അപ്പോൾ പല ആളുകളും ചെയ്യാറുള്ളത്, ഈ ഫുഡ് ഞാനൊക്കെ നമുക്ക് ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ കാണാം പല ആളുകളും ഇങ്ങനെ ഫുഡ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നതിന്റെ ഇടയിൽ ഫോൺ നോക്കിയിട്ട്, റീൽസ് നോക്കിയിട്ടൊക്കെ അങ്ങനെ കഴിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ മറിഞ്ഞിരിക്കുന്ന ഒരു മിറാക്കിളാണ്. നമ്മളെ കാണാത്തൊരു മിറാക്കിളാണ്. നമ്മളൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു നമ്മുടെ പ്ലേറ്റിൽ ഒരു ഫുഡ് വരുന്നുണ്ട്, അതൊന്ന് ഇമാജിൻ ചെയ്യാം. അതിലുള്ള ആ ഒരു അരി പോലും നമ്മളെ പരിപോഷിപ്പിക്കാനുള്ള ഒരു എനർജി ആയിട്ടാണ്. പക്ഷെ ആ റൈസ്, ആ ഒരു അരി അല്ലെങ്കിൽ ആ ഭക്ഷണം നമ്മുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടി ഇപ്പൊ നേരത്തെ അനിതമ്മ പറഞ്ഞ പോലെ ഒരുപാട് ആളുകള് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ? ഒരുപാട് പേർക്ക് അതിന്റെ പിന്നിൽ സംഭവിക്കുന്നുണ്ട്. കൃഷിക്കാരൻ അല്ലെ? കൃഷിക്കാരൻ ഫസ്റ്റ് നമുക്ക് കൃഷിക്കാരൻ കൃഷി ചെയ്ത് അല്ലെ, പിന്നീട് അത് വിളവെടുത്ത് ഇട്ടാണ് നമുക്ക് അതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? സൂര്യന്റെ എനർജി കിട്ടുന്നുണ്ട് അല്ലെ വളരാൻ.
സൂര്യൻ വേണം, വെള്ളം വേണം, നല്ല അതെ. മണ്ണ് വേണം, അല്ലെ? നല്ല വളം വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അതിനൊക്കെ ഒരുപാട് ആളുകളെ അതിന് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ അത് റെഡി ആയിട്ട് കടയിലേക്ക് എത്താൻ വാഹനം വേണം, അല്ലെ? ആ വാഹനം വേണം യെസ്. കടയിലേക്ക് എത്താൻ. ആ കടയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തണം, അല്ലെ? അത് മേടിച്ച് അതിന് ക്യാഷ് കൊടുത്ത് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് കുക്ക് ചെയ്യണം. പാകം ചെയ്ത് കുക്ക് ചെയ്തിട്ട് നമുക്ക് മുൻപിലേക്ക് ആ പ്ലേറ്റിലേക്ക് എത്തണം, അല്ലെ? ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ആ ഒരു ഫുഡ് എത്തുന്നത്. അപ്പോൾ അത് ഫുഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, അല്ലെ? ഒരു അരി അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ മാത്രമല്ല. അത് നമ്മളെ മുന്നിലേക്ക് എത്താൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ അതിന്റെ പിന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്ലേറ്റിന് മുന്നിൽ ഇത് വരുന്ന സമയത്ത് മൊബൈൽ നോക്കാറുണ്ട്, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന്, അല്ലെ? പെട്ടെന്ന് കഴിച്ചിട്ട് അങ്ങനെ എണീറ്റ് പോകുന്ന ആളുകളുണ്ട്, അല്ലെ? ആ ഒരു ഫുഡ് എന്താണ്, അതിന്റെ ടേസ്റ്റ് പോലും ശരിക്കും നമുക്ക് കിട്ടാതെ, ഇല്ല, അനുഭവിക്കാതെ അത് പെട്ടെന്ന് ആ ഒരു തിരക്കിലൂടെ വാരി വലിച്ച് കഴിച്ചു പോകുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് അവർ ഫോൺ നോക്കിയിട്ട് അല്ലെങ്കിൽ ടി വിയിൽ പിന്നെ മൂവി കണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കാം? അങ്ങനെ കഴിക്കുന്ന സമയത്ത് ആ ഫുഡിന്റെ, അല്ലെ, ആ ഒരു പറഞ്ഞെടുക്കുന്ന ആ ഒരു മിറാക്കിള് നമ്മൾ മിസ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലേ? ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ. ക്ലിയർ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇനി ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുൻപ് നിങ്ങളത് ശ്രദ്ധിക്കുക. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും ഈ ഒരു ഫുഡ് എന്റെ മുന്നിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ആളുകളെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാം നന്ദി, അല്ലെങ്കിൽ യൂണിവേഴ്സിന് നന്ദി, അങ്ങനെയൊക്കെ പറയാം. എന്നിട്ട് അത് ഫീൽ ചെയ്തിട്ട് കഴിക്കാം. പിന്നെ ഇതിന്റെ പിന്നില് മൈൻഡിന്റെ അതുപോലെ ഫുഡിന്റെ കണക്ഷൻ ഉണ്ട്, അല്ലെ? എന്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മൈൻഡ് ആ ഒരു കണക്ഷൻ വേണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആ ഒരു ഫുഡ് ചുമ്മാ വാരി വലിച്ച് കഴിച്ചു പോകുന്നതായിരിക്കും. അപ്പോ നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലായിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ്? മൈൻഡ് സ്ട്രെസ് ആയിരിക്കും. ഈ മോഡിൽ എന്താ? ബോഡി ഫോക്കസ് ചെയ്യുന്നത് സർവൈവൽ മോഡിലാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഹൃദയമിടിപ്പ് കൂടും, നമുക്ക് ഡൈജഷൻ കറക്റ്റ് ആയിട്ട് നടക്കില്ല. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിന്റെ സ്റ്റേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ദേഷ്യം അല്ലെങ്കിൽ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആങ്സൈറ്റി ആയിരിക്കുന്ന സമയത്ത് ഈ സമയത്തൊക്കെ നമ്മൾ, ഇല്ലേ, നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഫുഡിനോട് ചിലപ്പം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു ദേഷ്യത്തോടെ കഴിക്കുന്ന ആളുകളുണ്ട്, ഇല്ലേ? ഫുഡിനെ കുറ്റം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത് റെഡി ആയിട്ടില്ല, ശരിയായിട്ടില്ല, എന്തെങ്കിലും ഉപ്പില്ലേ, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോയി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഫുഡ് കഴിക്കുന്ന ആളുകളെ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? നമുക്ക് ആ ദഹനം കറക്റ്റായിട്ട് നടക്കില്ല. അപ്പൊ നമുക്ക് നമ്മുടെ മൈൻഡ് എപ്പോഴും കാമായിരിക്കുന്ന സമയത്താണ്, നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന സമയത്താണ് ദഹനമൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ദഹനം ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ വേണമെങ്കിൽ ഒരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ട് ഒന്ന് ഈ ഒരു കാര്യം നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് കഴിക്കുക, അല്ലേ? നല്ല ചിക്കൻ ബിരിയാണിക്ക് വരുന്ന സമയത്ത് ഇതിനൊന്നും ചിലപ്പോൾ ഓർമ്മ ഒന്നും ഉണ്ടാവില്ല. നല്ല ഫുഡ് അതിന്റെ സ്മെല്ലൊക്കെ കിട്ടുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ മുന്നിൽ ആ ഒരു ആളുകളെ അതിന്റെ പിന്നിൽ കൃഷി ചെയ്ത ആളുകളൊന്നും ഓർക്കാനൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, അല്ലേ? അത് പെട്ടെന്ന് അകത്താക്കണം എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡും ഫുഡായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകാം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. അപ്പൊ അടുത്തത് നമുക്ക് റിലാക്സ് മോഡാണ്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റേറ്റിലാണ് നമുക്ക് ഈ ദഹനം ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മൈൻഡ് ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ നോക്കണം. സ്ട്രെസ്ഡ് ആണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളിലൂടെ പോയി അല്ലെങ്കിൽ ഒരു വീട്ടുകാരോട് പ്രശ്നമായിട്ട് ഇരിക്കുന്ന സമയത്താണോ, അല്ലെങ്കിൽ ആ ഒരു സമയത്താണോ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ
ഡൈജഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പൊ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാമായിട്ടിരിക്കും. അപ്പൊ ആ സമയത്ത് മാത്രം ആ മൈൻഡ് കാമായ മാത്രമാണ് നമ്മുടെ ബോഡി ഹീലിംഗ് മോഡിലേക്ക്, അല്ലേ, ആ ഹീലിംഗ് മോഡിലേക്ക് നമുക്ക് ബോഡി പോവുള്ളൂ. എന്നാൽ എപ്പോഴും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു സമയത്ത് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡ് എപ്പോഴും നോർമലി ഫോക്കസ് ചെയ്യുന്ന എന്തിലാണ്? നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ മുൻപ് നമ്മൾ എന്താണ്, നമുക്ക് എന്തില്ല, ഇല്ല ഇതില്ല അതില്ല, എന്റെ ലൈഫ് ബെറ്റർ ആയിട്ടില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി ഫുഡിന്റെ സമയത്ത്, അല്ലെങ്കിൽ മുളക് കൂടിപ്പോയി, എരിവ് കൂടിപ്പോയി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ടായിരിക്കും നമ്മൾ ഇരിക്കുക, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ, നമുക്ക് എന്തില്ല എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ എന്തുണ്ട് എന്നതിലേക്ക് നമ്മുടെ മൈൻഡിനെ മാറ്റാൻ പറ്റും, അല്ലേ? അപ്പൊ നന്ദി പറയുമ്പോൾ എന്താണ്, മൈൻഡ് ഒരു മെസ്സേജ് റിസീവ് ചെയ്യും, അല്ലേ? ലൈഫ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തില്ല എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ എന്തുണ്ട്, അല്ലേ, അതിന് ആ ഒരു ഫുഡിന് എന്ത് കുറവുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്ത് നിങ്ങൾക്കത് ഫീൽ ചെയ്ത് കഴിക്കാൻ പറ്റും. അതൊന്നും ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്കത് കഴിക്കാൻ പറ്റും. ഇനി നിങ്ങൾ മൈൻഡ്ഫുൾ ഈറ്റിംഗ് കേട്ടിട്ടുണ്ടോ? മൈൻഡ്ഫുൾ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? പല കാര്യങ്ങളും നമ്മൾ സെഷനിൽ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ പറയുന്നൊരു കാര്യമാണ് മൈൻഡ്ഫുൾ ആയിട്ട് ഫുഡ് കഴിക്കുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സ്ലോ ആയിട്ട് നമ്മുടെ മുന്നിൽ ഫുഡ് വരുന്ന സമയത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, അല്ലേ? നമ്മൾ പെട്ടെന്ന് അത് കഴിക്കുന്നതിന് മുൻപ് ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ട് ആ ഫുഡ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതിന്റെ കളറ്, ആ റൈസിന്റെ കളറ്, അതിലുള്ള കറികളുടെ, ഇങ്ങനെ ഓരോന്നും, പിന്നെ അതിന്റെ സ്മെല്ല്, അല്ലേ, അത് ഫീൽ ചെയ്യുക. ഇപ്പൊ നല്ല ഫുഡ് ബിരിയാണിക്ക് വരുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് നല്ല സ്മെല്ല് ഉണ്ടാവും, അല്ലേ? അതൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുക, മനസ്സിലിങ്ങനെ കാണാം, അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ബിരിയാണി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. അപ്പൊ അത് നിങ്ങൾക്ക് കാണാൻ പറ്റണം. കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കണ്ണടച്ച് വെക്കുക. എനിക്ക് യെസ് യെസ്. ഇഷ്ടപ്പെട്ട ഫുഡ് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വരുന്നത്, അത് ഫീൽ ചെയ്യാൻ പറ്റുന്ന, കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ അതിന്റെ സ്മെല്ല്, അതെങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആ ഫുഡിന്റെ മുന്നിൽ നിന്ന് അത് ഫീൽ ചെയ്യണം. അതിന്റെ കളറ്, സ്മെല്ല്, അതെങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ആ മനസ്സിൽ നന്ദി പറയാം. ഈ ഭക്ഷണം എൻ്റെ മുന്നിലേക്ക് എത്തിച്ചതിന്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് എത്തിച്ചു തന്നതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി. അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക്, അമ്മയ്ക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും, അല്ലേ? അപ്പൊ അവരോട് നന്ദി പറയാം. അപ്പൊ നമുക്ക് പിന്നെ അതേപോലെ നന്നായിട്ട് അരച്ച് കഴിക്കുക, ഇറക്കി വിടുക. ചില ആളുകളുടെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞ പോലെ എന്തെങ്കിലും തിരക്കിലായിരിക്കും, പെട്ടെന്ന് ഓടി വന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങ് പോകും. അതേപോലെ ഫോൺ നോക്കിയിട്ട്, മൊബൈൽ ടി വി നോക്കിയിട്ട് അങ്ങനെ ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ മൈൻഡ്ഫുൾ ആയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ആ ഒരു വാച്ച് ചെയ്യാൻ, ഫുഡിനെ നോക്കുക, എന്നിട്ട് അത് ഫീൽ ചെയ്യുക, അത് കാണുക, അതിന്റെ ടേസ്റ്റ് ആ വായിലേക്ക് വെക്കുന്ന സമയത്ത് അതിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അത് ആ ഒരു നിങ്ങളുടെ വയറിലേക്ക് അത് ഇറങ്ങി പോകുന്ന സമയത്ത് അതിങ്ങനെ ഫീൽ ചെയ്യാം. പിന്നെ അതേപോലെ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് വെള്ളമാണെങ്കിൽ എന്ത് കാര്യങ്ങളായാലും നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് അത് എന്ത് ഫീലാണ് എൻ്റെ ബോഡിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, എന്ത് മാറ്റാണ്, അല്ലെ? ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വയറ് നിറയും, അല്ലെ? അതുപോലെ നിങ്ങൾക്ക് നല്ല വിശന്നിരിക്കുന്ന സമയത്തായിരിക്കും കഴിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബോഡിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്, അത് ഫീൽ ചെയ്യാം. നിങ്ങളുടെ മൈൻഡിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്, ആ കാര്യങ്ങൾ ഫീൽ ചെയ്യാം. നിങ്ങൾ ഒബ്സർവ് ചെയ്യാം അതിന് ശേഷം എന്താ ഉണ്ടായത്. പിന്നെ അടുത്ത പോയിന്റ്, നിങ്ങൾ കുക്ക് ചെയ്യുന്നതിന് മുൻപ് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. നമ്മൾ ചുമ്മാ കഴിക്കുന്ന മുൻപ് മാത്രമല്ല, നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്തും കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം. അപ്പോൾ
ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു ഫുഡ് എന്താണ്? പിന്നെ അതുപോലെ അത് കാണാം. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടാവില്ല, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന കാര്യങ്ങൾ ഉണ്ടാക്കണം, അതേപോലെ ലഞ്ചിന് ഇന്ന കാര്യം, ഡിന്നറിന് ഇന്ന കാര്യം. അപ്പോൾ അത് ഫീൽ ചെയ്യുക. അതേപോലെ നിങ്ങളത് കാണാം. അതേപോലെ അതിന് മുൻപ് ഈ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന എല്ലാവർക്കും നല്ല ഹെൽത്തി ആവണം അല്ലേ? നിങ്ങൾ കൊടുക്കുന്ന ഫുഡ് അതേപോലെ നന്നായിട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റണം, നല്ല ടേസ്റ്റ് ഉണ്ടാവണം. അതേപോലെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ പറ്റണം. നിങ്ങൾ നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ പോകുന്ന സമയത്ത്, ചിലപ്പോൾ വഴക്കിട്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലോ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ വെറുപ്പായിട്ട് ഇരിക്കുന്ന സമയത്ത്, എന്തെങ്കിലും ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പോലും, അല്ലെങ്കിൽ ഒരാൾക്ക് അത് കൊടുക്കുന്ന നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ എനർജി നെഗറ്റീവ് എനർജിയാണ്. നിങ്ങളത് കൊടുക്കുന്നത് പോലും വിഷം ആണെന്ന് പറയാം. അത് അവരുടെ ഹെൽത്തിനെ അത് ബാധിക്കും. നിങ്ങൾ അതില് സ്നേഹത്തോടെ അവർക്കത് വിളമ്പിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ വെറുപ്പും ദേഷ്യമായിട്ട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ അതൊരു മുൻപിലേക്ക് അവർ എന്തെങ്കിലും പറഞ്ഞിട്ട് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഫുഡ് അത് നെഗറ്റീവ് എനർജി ആയിരിക്കും. അതൊരു വിഷത്തിന് തുല്യമാണെന്ന് പറയാം. ചിലപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് അവർക്ക് വേറെ എന്തെങ്കിലും സുഖമില്ലായ്മ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാവാറുണ്ടോ ആർക്കെങ്കിലും? അത് ഉണ്ടാവുമെന്ന് നോക്കണ്ട. അത് ഈ രീതിയിൽ എനർജി നെഗറ്റീവ് എനർജിയാണ്. അങ്ങനെ പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. നിങ്ങൾ എപ്പോഴും ഒരാൾക്ക് നന്നായിട്ട് ഫുഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് തന്നെ ആ സ്നേഹത്തോടെ തന്നെ വിളമ്പുക, അവർക്ക് മുന്നിലേക്ക് എത്തിക്കുക. പ്രശ്നം ഉണ്ടാക്കിയിട്ട് കഴിക്കാതിരിക്കുക, അതേപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർക്ക് സെർവ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ ഫുഡ്, അടുത്ത പോയിന്റാണ് ഫാമിലി ആൻഡ് ഫുഡ് കണക്ഷൻ. നമ്മുടെ ഫാമിലിയിലെ ആ ബോണ്ടിങ് എപ്പോഴും ഫുഡിന്റെ ചുറ്റായിട്ട്. അങ്ങനെ എത്ര പേര് ഫാമിലി ആയിട്ട് എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കാറുണ്ട്? എല്ലാ സമയം കിട്ടുമ്പോൾ വീട്ടുകാരും ഒരുമിച്ച്, കഴിക്കാൻ ആ, സമയം വീട്ടുകാരെല്ലാവരും കിട്ടുമ്പോൾ ഒരുമിച്ചിരുന്ന്. കഴിക്കാറ്. ഓക്കെ, ഓക്കെ. ഇപ്പൊ വളരെ കുറവാണല്ലോ. ആദ്യമൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ടേബിളിന്റെ ചുറ്റും ഇരുന്നിട്ടൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പൊ ഓരോരുത്തർ വിശക്കുന്ന സമയത്ത് അവരുടെ ടൈമിനൊക്കെ എടുത്ത് കഴിക്കാൻ ആ ഒരു സമയത്ത് തന്നെ ഫോണ്. ഇപ്പൊ ഒരുപാട് പേര് ഇവിടെ കഴിക്കാറുണ്ട് അല്ലേ? അങ്ങനെ കഴിക്കാത്തവര് എല്ലാവരും ഉള്ളപ്പോൾ ഒരുമിച്ച് കഴിക്കും. എപ്പോഴും കഴിക്കണം എന്നല്ല, ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് കഴിയുന്ന സമയത്ത് എല്ലായ്പ്പോഴും എല്ലാവരോടും ഒരുമിച്ചിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് കഴിയുന്ന സമയത്തൊക്കെ അവരുടെ കൂടെ ഇരുന്ന്, എല്ലാവരുടെ കൂടെ ഇരുന്ന് ഫോണൊക്കെ മാറ്റി വെച്ച് നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ഇരുന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. അപ്പൊ അവിടെ എന്താ, നല്ല കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യും അല്ലെ? നല്ല ആ കണക്ഷൻ ബിൽഡ് ചെയ്യും. ഇങ്ങനെ ഒരുമിച്ചിരുന്ന് എല്ലാവരും ഫാമിലി ആയിട്ട് ഇരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്താണ്, നിങ്ങളുടെ ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതേപോലെ ആ കണക്ഷൻ, നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യും, കോൺവെർസേഷൻ കറക്റ്റ് ആവും. ഇവെല്ലാം ക്രിയേറ്റ് ചെയ്യും അല്ലേ? പഴയ കാലത്തൊക്കെല്ലാം ഫാമിലി ഒക്കെ ഒരുമിച്ചിരുന്നിട്ടാണല്ലേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കില്ലേ? അപ്പോൾ ഈ ഫുഡിന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഫാമിലിയിലൂടെ ആ ഒരു മീൽസിന്റെ കൂടെ അല്ലെ, കൂടെ കൂടെ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു മീനിങ് ഫുൾ ആയിട്ട് മാറും. അപ്പൊ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഴിയുന്നത്ര ഒരു ദിവസം ഒരു നേരെങ്കിലും ഡിന്നറെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കണം. അത് ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാത്തവര് അത് പറയണം. അതിന്റെ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു നേരെങ്കിലും ഫോണൊക്കെ മാറ്റി വെച്ച്, ടി വി ഒക്കെ മാറ്റി വെച്ചിട്ട് കഴിക്കണം എന്ന് പറയാം. ഇപ്പോൾ പല ആളുകൾക്കും അല്ലേ പ്രോപ്പർ ഫുഡ് തന്നെ ഉണ്ടാവില്ല അല്ലേ? സ്കിപ്പ് ചെയ്യാറുണ്ട്, പല വർക്കിന്റെ തിരക്ക് അല്ലേ? അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഫുഡൊക്കെ മിസ് ചെയ്യാറുണ്ട്, ഒഴിവാക്കി വിടാറുണ്ട് അല്ലേ? ചില ആളുകൾ ദേഷ്യം കൊണ്ട്
ഫുഡ് ഒഴിവാക്കിയിട്ടില്ലേ, കച്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങാറുണ്ട് അല്ലേ? അതേപോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ പല ആളുകൾക്കും പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടുന്നില്ല. ചില കുട്ടികളുണ്ടല്ലോ നല്ല വിശന്നിട്ട് ഈ ഫുഡൊന്നും കറക്റ്റ് കിട്ടാത്ത ആളുകൾ ഈ തെരുവിലൊക്കെ ഒന്നും കഴിക്കാൻ കിട്ടാത്ത കുട്ടികളൊക്കെ കിടന്നുറങ്ങുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രായമായ ആളുകള് അല്ലെ, അവരുടെ മുന്നിലേക്ക് ഒരു പ്ലേറ്റ് ഫുഡ് കിട്ടിയാൽ എന്തായിരിക്കും? അത് മിറാക്കിളായിരിക്കും അല്ലെ? പക്ഷെ നമ്മളോ, അവർക്ക് ഈ ഒന്നുമില്ലാത്ത ആളുകള് ഈ തെരുവിലൊക്കെ കഴിയുന്ന ആളുകൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടോ? അവർക്ക് ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരിങ്ങനെ ചിലപ്പോൾ അതിന്റെ മുന്നിൽ ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടായിരിക്കും അല്ലെ? ഒരു മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നന്ദി പറയും, അവർക്ക് കൊടുക്കുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയും. എന്നിട്ടായിരിക്കും അവര് ഫുഡ് കഴിക്കാറ്. പക്ഷെ നമ്മളോ, ഫുഡിനെ കംപ്ലൈന്റ് ചെയ്യും അല്ലെ? ഇത് ടേസ്റ്റ് ഇല്ല, ഇത് സെയിം ഫുഡ് എന്നും ഇത് തന്നെയാണ് അല്ലെ? പല മക്കളും പറയാറില്ലേ, ദിവസവും ഇത് തന്നെ, ഒരു മാറ്റവും ഇല്ല, എന്നും ദോശ അല്ലെങ്കിൽ എന്നും ചപ്പാത്തി, എന്നും ഒരേ കറി. അപ്പോ ഇതൊന്നും ഇല്ലാത്ത, നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇത് കിട്ടുന്ന സമയത്ത് ഇല്ലാത്തവർക്ക്, ഒരു നേരത്തെ ഭക്ഷണത്തിൽ പോലും കിട്ടാത്തവർക്ക് ഇത് അവരുടെ മുന്നിലേക്ക് അത് എത്തുന്ന സമയത്ത് അവർക്കത് എക്കോ വരുന്നു. അപ്പോ അവർക്ക് ഇതൊരു മിറാക്കിളായിരിക്കും അവരുടെ മുന്നിലേക്ക് ഫുഡ് എത്തിക്കുന്നത്. അപ്പൊ നമ്മള് എപ്പോഴും പരാതി പറയാതെ, കുറ്റം പറയാതെ ഫുഡ് കഴിക്കാൻ, നമ്മുടെ ചുറ്റും ഇതൊന്നും കിട്ടാത്ത ഒരുപാട് പേരുണ്ട് എന്നുള്ളത് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. ഒരു ചെറിയൊരു പ്രാക്ടീസ് ചെയ്താലോ നമുക്ക്? എല്ലാവരും ഒന്ന് കണ്ണടച്ച്, എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാം. നിങ്ങളുടെ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കാം. എന്റെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ച് അങ്ങനെ ഇരിക്കുക. അതേപോലെ ശ്വാസം പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിച്ചിരിക്കാം. എന്നിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് നിങ്ങളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോട്ടലിൽ നിന്നോ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫുഡ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്ലേറ്റിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. അപ്പൊ അതിന്റെ സ്മെല്ല് നേരത്തെ പറഞ്ഞ പോലെ അതെന്താണ് നന്നായിട്ട് കാണുക, നന്നായിട്ട് ഫീൽ ചെയ്യുക അതിന്റെ സ്മെല്ല്. എന്നിട്ട് ആ ഒരു ഫുഡ് നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവന്ന് വെച്ച ആളെ കാണാം, നിങ്ങളുടെ മനസ്സിൽ കാണാം. ചിലപ്പോൾ നിങ്ങളുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മക്കളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ഹോട്ടലിലായിരിക്കാം. അപ്പൊ ആരാണോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവച്ച് തന്നത് അയാളോട് ഒരു നന്ദി പറയാം. അതുപോലെ ആ ഒരു ഫുഡ് അവിടേക്ക് എത്താൻ വാഹനം അല്ലേ? നമുക്ക് വാഹന സൗകര്യങ്ങൾ വേണം. ഇപ്പൊ ഒരു അരിയോ പച്ചക്കറിയോ അതെല്ലാം ആ ഒരു കടയിലേക്ക് എത്താൻ വാഹനങ്ങൾ വേണം. അപ്പോൾ അതിന് നന്ദി പറയാം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഡ്രൈവർ, അങ്ങനെ ഒരുപാട് ആളുകൾ അതിന്റെ പിന്നിലുണ്ട്. അവർക്കെല്ലാം നന്ദി പറയാം.
പിന്നെ ഒരു പച്ചക്കറിയായി മാറാൻ അല്ലെങ്കിൽ അരിയായി മാറാൻ കൃഷി ചെയ്ത കൃഷിക്കാരന് നന്ദി പറയാം. അതിനുവേണ്ടി പ്രകൃതി വെള്ളം കറക്റ്റ് സമയത്ത് വെള്ളം വെയില് അതെല്ലാം കൊടുത്തു. അതിനെല്ലാം പ്രകൃതിക്കും നന്ദി പറയാം. അതുപോലെ കൃഷിക്കാരനും നന്ദി പറയാം. അങ്ങനെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ആളുകൾക്കും ആ ഒരു ഫുഡായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്താൻ എഫേർട്ട് എടുത്ത ഓരോ വ്യക്തികൾക്കും നിങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയാം. എല്ലാവർക്കും നന്ദി പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്ക് കണ്ടു. ഉണ്ടായിരുന്നു അനിത മാം? നല്ലതായിരുന്നു. ശരിക്കും അതൊക്കെ കാണാൻ പറ്റിയോ? പറ്റി. ഒരുപാട് ആളുകളെ അതിന്റെ പിന്നിലല്ലേ. ചിലപ്പോ നമ്മളിങ്ങനെ ഹോട്ടലിലേക്ക് ചെന്നിരുന്ന് കൈ കഴുകിയിരുന്ന് നമ്മൾ ആ ഫുഡ് ഓർഡർ ചെയ്യുന്നു. അത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് മാത്രം നമുക്കത് കാണാൻ പറ്റുന്നുള്ളൂ അല്ലെ. അതിന്റെ പിന്നില് ഒരുപാട് ആളുകള് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയില്ലേ. അപ്പൊ ഇതാണ് ഫീൽ ചെയ്ത് കാണാൻ കഴിയും. ഓക്കെ, താങ്ക് യു സലാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ 8-ലെ 8ാമത്തെ ദിവസത്തെ പ്രാക്ടീസ്. എല്ലാവരും ദിവസവും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ. താങ്ക് യു. അപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന അവരോടും പറയാം. അമ്മയാണോ ആരാണ് നിങ്ങളുടെ വീട്ടിൽ ആരാണ് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത് അവരോടും പറയാം താങ്ക് യു. ഇന്ന് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു ഫുഡ്, നല്ല രസമുണ്ടായിരുന്നു. ഇന്നെന്താ പ്രത്യേകമായിട്ട് എന്താണ് ഇന്ന് ചെയ്തത് മാം? ചോദിച്ചോളൂ. EFT. ഓക്കെ. EFT ക്ലാസ് ഉണ്ടെങ്കിൽ ലീവ് ചെയ്തോളൂ. കഴിഞ്ഞു, ഇത് തന്നെയാണ് ഇന്നത്തെ കഴിഞ്ഞു. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു മാം. ഓ, നിങ്ങൾക്ക് അവരോട് നന്ദി പറയാം, വീട്ടുകാരോടൊക്കെ നന്ദി പറയാം. താങ്ക് യു. ഇന്ന് അവരോട് പറയാം നന്നായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഫുഡ്. എപ്പോഴും ചിലപ്പം കുറവുള്ളതിനായിരിക്കും നമ്മൾ പറയാറുള്ളത് അല്ലെ. കുറഞ്ഞു, എരിവ് കൂടിപ്പോയി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ കുറ്റം കാണാറായിരിക്കും പതിവ്. അപ്പൊ നിങ്ങൾക്ക് അവര് നന്നായിട്ടുണ്ടെങ്കിൽ അതിനും കൂടെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അവരോട്. അപ്പോ ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. ഇപ്പോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇത് തന്നെയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. ഫുഡിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ പുതിയൊരു പ്രാക്ടീസ് ആയിട്ട് നമുക്ക് വരാം. മാം ചോദിച്ചോളൂ. ഈ ക്ലാസ്സിന്റെ റെക്കോർഡ് ഗ്രൂപ്പിലിടുവോ? ഗ്രൂപ്പിൽ വരും കേട്ടോ. Thank you all. Thank you, sir. Thank you very much. Good session.